നമസ്കാരം. കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2025-26 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരാണ്? 2025-26 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിൻ്റെ ആദ്യ രഞ്ജി ട്രോഫി കിരീടമാണിത്. കർണാടകയെ പരാജയപ്പെടുത്തിയാണ് ഈ സീസണിൽ 2025-26 സീസണിൽ ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി കിരീടം നേടിയത്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീരാണ്. കർണാടകയെയാണ് പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ പരമോന്നത നേതാവ് ആരാണ്? ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ പരമോന്നത നേതാവ് ആരാണ്? ആയത്തുള്ള ഖമേനി. ആയത്തുള്ള ഖമേനിയെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ നീക്കം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. അടുത്ത ചോദ്യം, ഇറാൻ്റെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ലയൺസ് റോർ. ഇറാൻ്റെ ഭരണ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ലയൺസ് റോർ. അടുത്ത ചോദ്യം, പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാന പാത. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാന പാത ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്കാണ് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാന പാത. അടുത്ത ചോദ്യം, ഗഗൻയാൻ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഗഗൻയാൻ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപിലാണ്. ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപിലാണ് ഗഗൻയാൻ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ. സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ. 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. 2026 ഏപ്രിൽ 1 മുതലാണ് അഷ്വേർഡ് പെൻഷൻ നിലവിൽ വരുന്നത്. സർക്കാർ ജീവനക്കാർക്ക് നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതിയാണിത്. വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പരമാവധി പെൻഷൻ തുക. ഈ പദ്ധതി പ്രകാരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രകാരം വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പരമാവധി പെൻഷൻ തുക. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് കുറഞ്ഞത് 30 വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണം. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് കുറഞ്ഞത് 30 വർഷത്തെ സേവനം ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയിരിക്കണം. വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പരമാവധി പെൻഷൻ തുക. ഏപ്രിൽ 1 മുതലാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. കേരയുടെ ഫുൾ ഫോം കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നാണ്. ലോകബാങ്കിൻ്റെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കൃഷി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. അടുത്ത ചോദ്യം, ഇന്ത്യാസ് പോർട്ടൽ ഫോർ ഒഫീഷ്യൽ ഡിസാസ്റ്റർ വാർണിംഗ് ഫ്രം ഓതറൈസ്ഡ് സോഴ്സ് സച്ചേത്. India's portal for official disaster warning from authorized source Sacheth.
ഇന്ത്യാസ് ഫസ്റ്റ് എവർ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വിൽ ഓപ്പറേറ്റ് ബിറ്റ്വീൻ വിച്ച് സിറ്റീസ്? ഇന്ത്യാസ് ഫസ്റ്റ് എവർ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വിൽ ഓപ്പറേറ്റ് ബിറ്റ്വീൻ ഗുവാഹത്തി ആൻഡ് ഹൗറ. ഇന്ത്യാസ് ഫസ്റ്റ് എവർ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വിൽ ഓപ്പറേറ്റ് ബിറ്റ്വീൻ ഗുവാഹത്തി ആൻഡ് ഹൗറ. അടുത്ത ചോദ്യം, വേർ ഹാസ് ഇന്ത്യാസ് ഫസ്റ്റ് എവർ ഓപ്പൺ സീ മെറൈൻ ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റ് ബീൻ ലോഞ്ച്ഡ്? ആൻഡമാൻ സീ അറ്റ് നോർത്ത് ബേ. വേർ ഹാസ് ഇന്ത്യാസ് ഫസ്റ്റ് എവർ ഓപ്പൺ സീ മെറൈൻ ഫിഷ് ഫാമിംഗ് പ്രോജക്റ്റ് ബീൻ ലോഞ്ച്ഡ്? ആൻഡമാൻ സീ അറ്റ് നോർത്ത് ബേ. അടുത്ത ചോദ്യം, ഇന്ത്യ ഹാസ് ബിക്കം ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് വിച്ച് സസ്റ്റൈനബിൾ റോഡ് മെറ്റീരിയൽ? ബയോ ബിറ്റുമിൻ. ഇന്ത്യ ഹാസ് ബിക്കം ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് വിച്ച് സസ്റ്റൈനബിൾ റോഡ് മെറ്റീരിയൽ? ബയോ ബിറ്റുമിൻ. അടുത്ത ചോദ്യം, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ മാർച്ച് 3. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ മാർച്ച് 3. 2026 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ തീം മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് കൺസേർവിംഗ് ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്. ഔഷധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സംരക്ഷണം എന്നാണ് 2026 വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ പ്രമേയം. 2025 പ്രമേയം വന്യജീവി സംരക്ഷണ ധനസഹായം, ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം എന്നായിരുന്നു. അടുത്ത ചോദ്യം, വേൾഡ് ഹിയറിംഗ് ഡേ മാർച്ച് 3. വേൾഡ് ഹിയറിംഗ് ഡേ മാർച്ച് 3. 2026 വേൾഡ് ഹിയറിംഗ് ഡേയുടെ തീം ഫ്രം കമ്മ്യൂണിറ്റീസ് ടു ക്ലാസ് റൂംസ് ഹിയറിംഗ് കെയർ ഫോർ ഓൾ ചിൽഡ്രൻ. സമൂഹങ്ങൾ മുതൽ ക്ലാസ് മുറികൾ വരെ എല്ലാ കുട്ടികൾക്കും ശ്രവണ പരിചയം എന്നാണ് 2026 വേൾഡ് ഹിയറിംഗ് ഡേയുടെ തീം. മാർച്ച് 3 വേൾഡ് ഹിയറിംഗ് ഡേ ആയി ആചരിക്കുന്നത്. 2025 വേൾഡ് ഹിയറിംഗ് ഡേയുടെ പ്രമേയം ചിന്താഗതികൾ മാറ്റുക, കാതിൻ്റെയും കേൾവിയുടെയും സംരക്ഷണം എല്ലാവരിലും സാധ്യമാകാൻ സ്വയം പ്രാപ്തരാകുക എന്നതാണ്. അടുത്ത ചോദ്യം, മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2026 നടക്കുന്നത് ബാഴ്സലോണയിലാണ്. മൊബൈൽ വേൾഡ് കോൺഗ്രസ് 2026 നടക്കുന്നത് ബാഴ്സലോണയിലാണ്. അടുത്ത ചോദ്യം, അഫ്ഗാൻ താലിബാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടിയുടെ പേര്? അഫ്ഗാൻ താലിബാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ്. ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹഖ് എന്നാണ് അഫ്ഗാൻ താലിബാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടിയുടെ പേര്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫാണ്. അടുത്ത ചോദ്യം, ലോസ് ആഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരിയിൽ പ്രദർശിപ്പിച്ച മലയാളം സിനിമയാണ് ഭ്രമയുഗം. ലോസ് ആഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ 2026 ഫെബ്രുവരിയിൽ പ്രദർശിപ്പിച്ച മലയാളം സിനിമയാണ് ഭ്രമയുഗം. അടുത്ത ചോദ്യം, കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് AI അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതിയാണ് സർവം AI മയം. കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന പരിശീലന പദ്ധതിയാണ് സർവം AI മയം. അടുത്ത ചോദ്യം, പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര്? പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരാണ് ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരാണ് ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. അടുത്ത ചോദ്യം, ഇറ്റലിയിലെ മിലാനിലും കോർട്ടീനയിലുമായി നടന്ന 2026 വിൻ്റർ ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യമാണ് നോർവേ. ഇറ്റലിയിലെ മിലാനിലും കോർട്ടീനയിലുമായി നടന്ന 2026 വിൻ്റർ ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യമാണ് നോർവേ.